ഈ ഒരാഗ്രഹം ഇയാളിൽ കത്തി നിൽക്കുന്ന ഒരു വേളയിൽ അയാളുടെ ഉപാപചയ പ്രവർത്തനം മുഴുവൻ എങ്ങനെയായിരിക്കും? അയാളുടെ കോശകോശാന്തര വ്യാപാരം എന്തായിരിക്കും? അയാളുടെ നിദ്ര എങ്ങനെയായിരിക്കും? അയാളുടെ സമൂഹത്തോടുള്ള ഇടപാട് എങ്ങനെയായിരിക്കും? ഈ ആഗ്രഹം സാധിച്ചോ സാധിക്കാതെയോ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം എന്തായിരിക്കും? അയാളുടെ പ്രതികാര സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതൊന്നും പരിഗണിക്കാതെ ഒരുത്തനെ ജയിലിലിട്ടോ ഒരുത്തനെ തല്ലിയോ ഇവൻ്റെ ആഗ്രഹങ്ങളെ മേച്ചു നടന്നോ ഒരു ലോകം സൃഷ്ടിക്കാം എന്ന് വിചാരിക്കുമ്പോൾ എത്ര വിഡ്ഢിത്തമായിരിക്കും നാം ചെയ്യും. ഒരു ഭാഗത്ത് ആഗ്രഹങ്ങളെ അതിനിഷ്ഠൂരമായി നിയന്ത്രിച്ച് ആഗ്രഹിക്കുകയും ആഗ്രഹം പുറത്തു പറയാൻ പറ്റാത്ത സന്മാർഗാവലംബികളായ ചിന്തകൾ കൊണ്ട് സെൻസോറിയത്തെയും ന്യൂറോണിയത്തെയും മോട്ടോറിയത്തെയും അതിവികലമായി ഇരുട്ടിൻ്റെ അന്തരാളങ്ങളിൽ ആരുമറിയാതെ മാത്രം സ്വന്തം ആഗ്രഹങ്ങളെ മേച്ചു നടക്കേണ്ട മതനേതൃത്വവും സന്യാസിയും കന്യാസ്ത്രീയും അച്ഛനും ഒക്കെ ഈ ലോകത്തെ വിഷാദത്തിൻ്റെയും ഭീകരതയുടെയും വൃത്തിഹീനതയുടെയും ലോകങ്ങളിലൂടെ കൊണ്ടുപോകും. വേറൊരു ഭാഗത്ത് ആഗ്രഹങ്ങളെ ഇഷ്ടം പോലെ വ്യാവസായിക പ്രാധാന്യത്തോടുകൂടി നോക്കിക്കണ്ട് ആ ആഗ്രഹങ്ങൾക്ക് പുതിയ മാനങ്ങൾ തേടി പുതിയ പരസ്യങ്ങളും പുതിയ വിപണികളും പുതിയ രീതികളും കൊണ്ട് കച്ചവട സംഘങ്ങൾ മാനവാഗ്രഹങ്ങളെ ചങ്ങലക്കണ്ണികളിൽ പെടുത്തി ആഗ്രഹ ചങ്ങലകൾ തീർക്കുന്നു. നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മളിൽ തന്നെയുള്ള ഒരുപാട് പ്രാകൃതികമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണെന്നും ഇതിനെ ഉണർത്താവുന്ന ഒരു വികാരം മാത്രം മതി സ്ഫോടനാത്മകമായ പരിണാമം ഉണ്ടാക്കും എന്ന് സ്വാമിജി പറഞ്ഞു. അതുവഴി തന്നെ നമുക്ക് പോകാമോ സ്വാമി? തീർച്ചയായും. അതായത് നമ്മളൊരു ആഗ്രഹം, ശബ്ദത്തിൻ്റെ, സ്പർശത്തിൻ്റെ, രൂപത്തിൻ്റെ, രസത്തിൻ്റെ, ഗന്ധത്തിൻ്റെ 5 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ യഥാവിധി അല്ലാത്ത ഒരൊറ്റ ആഗ്രഹം മതി നമ്മുടെ SNM കോംപ്ലക്സിലും 1000 സ്ഫോടനം ഉണ്ടാക്കാൻ. നമ്മളിവിടെ ചെറിയൊരു കാര്യമല്ലേ ആഗ്രഹിച്ചുള്ളൂ എന്ന് വിചാരിക്കും. അതെ, തീർച്ചയായും സ്വാമിജി. അച്ഛനോട് മോൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് വേറൊന്നും ചോദിച്ചുള്ളൂ, ഒരു പെൻസിലല്ലേ ആഗ്രഹിച്ചുള്ളൂ. അവൻ്റെ ഒരു ജീവിതകാലത്തെ ആയുർദൈർഘ്യത്തെ എത്ര കുറയ്ക്കാൻ ഈ ഒരു ചെറിയ ആഗ്രഹത്തിന് കഴിയുമെന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഈ അച്ഛനോ ഇന്നത്തെ വിദ്യാഭ്യാസത്തിനോ അവന് തന്നെയോ കഴിയാതിരിക്കുമ്പോൾ നമ്മളെത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത്. അതെ, അല്ല, വിഷയം മാറില്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എത്ര കാലമെടുക്കുമെന്നുള്ളതിൻ്റെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ വരുന്നത്, ഈ കുട്ടിക്കാലത്ത് ഈ ഒരു പെൻസിൽ വേണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാരണവശാൽ കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം ഒരുപാട് പ്രായമായി അയാളുടെ മകന് ഒരു പെൻസിൽ വാങ്ങിക്കൊടുക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് പെൻസിലൊന്നും വാങ്ങി തന്നിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ആഗ്രഹം ഇത്രയും കാലം വരെ അയാളിൽ തുടങ്ങൂലോ. അതിൻ്റെ ഏറ്റവും വലിയ വൈകല്യം, അന്ന് ഇയാൾക്ക് വാങ്ങിച്ചു കൊടുക്കാത്തത് ഇയാളുടെ കാമം യഥാവിധി അല്ലെന്ന് തോന്നിയ ഒരു അച്ഛനായതുകൊണ്ടാണ് ഇയാൾ 50 വയസ്സ് വരെ ജീവിച്ചിരുന്നതെങ്കിൽ, ആഗ്രഹിക്കാത്ത ഒരു മകന് നിർബന്ധിച്ച് പെൻസിൽ കൊടുത്ത് ആഗ്രഹത്തെ ഉണ്ടാക്കുമ്പോൾ അവൻ്റെ ആയുസ് വീണ്ടും കുറയുക. മനസ്സിലായി സ്വാമിജി? ആഗ്രഹങ്ങളുടെ ലോകം അതിസങ്കീർണം. ഇത് ഒരാഗ്രഹത്തിന് ഇത്രയും പ്രശ്നം വരുന്നത്. ഈ ഒരാഗ്രഹം ഇയാളിൽ കത്തി നിൽക്കുന്ന ഒരു വേളയിൽ അയാളുടെ ഉപാപചയ പ്രവർത്തനം മുഴുവൻ എങ്ങനെയായിരിക്കും? അയാളുടെ കോശകോശാന്തര വ്യാപാരം എന്തായിരിക്കും? അയാളുടെ നിദ്ര എങ്ങനെയായിരിക്കും? അയാളുടെ സമൂഹത്തോടുള്ള ഇടപാട് എങ്ങനെയായിരിക്കും? ഈ ആഗ്രഹം സാധിച്ചോ സാധിക്കാതെയോ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം എന്തായിരിക്കും? അയാളുടെ പ്രതികാര സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതൊന്നും പരിഗണിക്കാതെ ഒരുത്തനെ ജയിലിലിട്ടോ ഒരുത്തനെ തല്ലിയോ ഇവൻ്റെ ആഗ്രഹങ്ങളെ മേച്ചു നടന്നോ ഒരു ലോകം സൃഷ്ടിക്കാം എന്ന് വിചാരിക്കുമ്പോൾ എത്ര വിഡ്ഢിത്തമായിരിക്കും നാം ചെയ്യുന്നത്.
ഒരു ഭാഗത്ത് ആഗ്രഹങ്ങളെ തുറന്നുവിടാനുള്ള സ്വാതന്ത്ര്യം വളരെ ചെറുപ്പത്തിൽ നൽകി അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ ഭീകരപ്രവർത്തനത്തിൻ്റെ ഒരു സമുന്നത ലോകം സെൻസോറിയവും ന്യൂറോണിയവും മോട്ടോറിയവും തകർത്ത് ഉണ്ടാക്കുന്നു ആധുനികതയുടെ പേരിൽ. ഒരു ഭാഗത്ത് ആഗ്രഹങ്ങളെ അതിനിഷ്ഠൂരമായി നിയന്ത്രിച്ച് ആഗ്രഹിക്കുകയും ആഗ്രഹം പുറത്തു പറയാൻ പറ്റാത്ത സന്മാർഗാവലംബികളായ ചിന്തകൾ കൊണ്ട് സെൻസോറിയത്തെയും ന്യൂറോണിയത്തെയും മോട്ടോറിയത്തെയും അതിവികലമായി ഇരുട്ടിൻ്റെ അന്തരാളങ്ങളിൽ ആരുമറിയാതെ മാത്രം സ്വന്തം ആഗ്രഹങ്ങളെ മേച്ചു നടക്കേണ്ട മതനേതൃത്വവും സന്യാസിയും കന്യാസ്ത്രീയും അച്ഛനും ഒക്കെ ഈ ലോകത്തെ വിഷാദത്തിൻ്റെയും ഭീകരതയുടെയും വൃത്തിഹീനതയുടെയും ലോകങ്ങളിലൂടെ കൊണ്ടുപോകുന്നു. തീർച്ചയായും സ്വാമിജി. വേറൊരു ഭാഗത്ത് ആഗ്രഹങ്ങളെ ഇഷ്ടം പോലെ വ്യാവസായിക പ്രാധാന്യത്തോടുകൂടി നോക്കിക്കണ്ട് ആ ആഗ്രഹങ്ങൾക്ക് പുതിയ മാനങ്ങൾ തേടി പുതിയ പരസ്യങ്ങളും പുതിയ വിപണികളും പുതിയ രീതികളും കൊണ്ട് കച്ചവട സംഘങ്ങൾ മാനവാഗ്രഹങ്ങളെ ചങ്ങലക്കണ്ണികളിൽ പെടുത്തി ആഗ്രഹ ചങ്ങലകൾ തീർക്കുന്നു. മണി ചെയിൻ, മെഡിസിൻ ചെയിൻ, ഫാബ്രിക് ചെയിൻ, ഗോൾഡൻ ചെയിൻ, ഇങ്ങനെ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, വെയ് രാജാ വെയ് എന്ന പ്രമാണത്തിൽ ആഗ്രഹങ്ങളെ മരിച്ചു നീങ്ങുന്ന വ്യാവസായിക പ്രാധാന്യമുള്ള പണത്തിൻ്റെ ഫിനാൻസിൻ്റെ ലോകം. ആഗ്രഹങ്ങളിൽ അന്ധരായവർ തീർക്കുന്ന ജനാധിപത്യത്തിൻ്റെ വോട്ടും മത്സരവും അതിൻ്റെ ചുവരെഴുത്തുകളും അതിൻ്റെ വഴക്കുകളും വക്കാണവും തികഞ്ഞ ഭരണത്തിൻ്റെ ലോകം. ഇവരുടെ എല്ലാം ആഗ്രഹങ്ങളെ വലിച്ചു പിച്ച് ചീന്തി കീറി വേറൊരു ആഗ്രഹത്തിൻ്റെ കണ്ണാടിയിലൂടെ ഇതിനെ കാണിച്ച് ലോകത്തെ പറ്റിക്കുന്ന മാധ്യമ ലോകം. ഈ ഭ്രാന്തന്മാരെല്ലാം എത്ര ആയുസ്സുള്ളവരായിരിക്കും, എത്ര ആനന്ദം അനുഭവിക്കുന്നവരായിരിക്കും, എത്ര സന്തോഷിക്കുന്നവരായിരിക്കും, എന്താരോഗ്യം ഇവർ നാളെ ലോകത്തിന് സംഭാവന ചെയ്യും, എന്ത് സാമൂഹികത ഇവരിൽ നിന്ന് നാളെ പ്രതീക്ഷിക്കാം. ചുരുങ്ങി ഒന്ന് ചിന്തിച്ചു നോക്കി. രോഗം മാത്രമാണ്. അതെ, ഇപ്പൊ നിരന്തരമായ ആഗ്രഹങ്ങളുടെ ലോകങ്ങളിലാണ് ഇത് കിടക്കുന്നത്. അതെ, യഥാകാമമല്ല, അന്യഥാകാമം. നമ്മൾ വിഷയങ്ങളുടെ കാമം മാത്രമാണ് പറഞ്ഞത്. അതെ സ്വാമിജി. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും സർവത്ര സംയുക്തമായി മേളിക്കുന്ന ഒരു കാമത്തിൻ്റെ ലോകമാണ് ലൈംഗിക കാമം. പറയൂ സ്വാമി. അതിനകത്ത് ശബ്ദത്തിൻ്റെ പ്രഘോഷങ്ങളുണ്ട്. പലപ്പോഴും ശബ്ദത്തിൽ ആകൃഷ്ടരായാണ് പല പ്രേമങ്ങളിലേക്കും പോയി ചാടുന്നത്. പിന്നെ ശബ്ദം പോലല്ല രൂപമെങ്കിൽ, രൂപം പോലല്ല ശബ്ദമെങ്കിൽ ഒക്കെ പിരിയേണ്ടി വരുന്നുണ്ട്. അതെ അതെ സ്വാമിജി. വിഷയങ്ങളുടെ സംയുക്തമായ ഒരു നിലയിലേക്ക് സംയോജിപ്പിച്ചാൽ ലൈംഗിക കാമന ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുടെ സംയുക്ത ചേഷ്ടകളോട് കൂടിയതാണ്. അതിൻ്റെ വിപുലമായ ലോകത്ത് ഒരു യഥാവിധിയല്ലാത്ത കാമം. ആ ചോദനയിൽ നിങ്ങളുടെ ത്വക്കിന്, നിങ്ങളുടെ കണ്ണിന്, നിങ്ങളുടെ ചെവിക്ക്, നിങ്ങളുടെ മൂക്കിന് ഒക്കെ വരുന്ന പരിണാമങ്ങൾ.
അത്തരമൊരു കാമം നിങ്ങളിലേക്ക് കത്തിക്കാളിയാൽ അത് നിങ്ങളുടെ സെൻസോറിയത്തിലുണ്ടാക്കുന്ന ഭാവമാറ്റങ്ങൾ ജന്മജന്മാന്തരങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് കടന്നുവരുന്ന കൽപ്പനാ വൈഭവങ്ങൾ, ആ സ്മൃതികൾ ഉണർന്നു വരുമ്പോൾ നിങ്ങളുടെ ന്യൂറോണിയത്തിന് സംഭവിക്കുന്ന പരിണാമങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ പ്രമസ്തിഷ്ക പ്രാന്തത്തോട് ചേർന്നിരിക്കുന്ന ചുളിവുകളിൽ നിലനിൽക്കുന്ന കാൽപ്പൈനുകളിൽ വരുന്ന ദ്രുതതാളങ്ങൾ ബ്രെയിനിന്റെ മടക്കുകളിൽ കാൽസ്യത്തിന്റെ രേണുക്കളിരുന്ന് കോശാന്തരങ്ങളിൽ സംഭവിച്ച പരിണാമങ്ങളോട് ചേർത്തുവച്ച് പൂർവനിശ്ചിതങ്ങളായ പാറ്റേണുകൾ ഉണ്ടാക്കി ചലിക്കുമ്പോൾ പൂർവാനുഭവത്തിൻ്റെയും പൂർവസ്മരണയുടെയും പൂർവസ്ഥിതികളുടെയും പൂർവികങ്ങളായ കേൾവികളുടെയും രൂപങ്ങളുടെയും ഗന്ധങ്ങളുടെയും അനുഭൂതികൾ മസ്തിഷ്കത്തിലേക്ക് ഇരച്ചു വരുമ്പോൾ വസ്തുക്കളില്ലാതെ വസ്തുവിൻ്റെ സ്വഭാവം ആന്തരികമായി സ്വയം സൃഷ്ടിച്ചനുഭവിക്കുന്ന മാനവനിൽ നടക്കുന്ന ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ പരിണാമഭേദങ്ങളും അവൻ്റെ സ്രോതസ്സുകളിൽ ആകെ വരുന്ന മാറ്റങ്ങളും അവൻ്റെ രക്തത്തിനും മാംസത്തിനും മജ്ജയ്ക്കും ഒക്കെ വരുന്ന പരിണാമങ്ങളും മറ്റും അനിർവചനീയമാണ്. അതിരെതിരുകളില്ലാതെ ആഗ്രഹിക്കാൻ വസ്തുക്കൾ തന്ന മായാവൃതമായ ഈ ലോകത്ത് മര്യാദാമസൃണമായി നീ ആഗ്രഹിക്കൂ മനുഷ്യ, അല്ലെങ്കിൽ നിന്റെ അന്ത്യം ഈ ആഗ്രഹത്തിൽ കൊരുത്തു വച്ചിരിക്കുന്നു. നിന്റെ കഴുത്തു കുരുങ്ങുവാനുള്ള കയറും, നിന്റെ കോശാന്തരങ്ങളെ നശിപ്പിക്കുവാനുള്ള വിഷവും, നിന്റെ ഹൃദയത്തെ ഭേദിക്കുവാനുള്ള കത്തിയും, നീ ആഗ്രഹിക്കുന്ന മദ്യത്തിലും മധുരയിലും, നീ ആഗ്രഹിക്കുന്ന മതത്തിലും, നീ ആഗ്രഹിക്കുന്ന ചിന്തകളിലും, നീ ആഗ്രഹിക്കുന്ന നിന്റെ രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങളിലും, നീ ആഗ്രഹിച്ചുണർത്തിക്കൊണ്ടുവരുന്ന നിന്റെ ചുറ്റുപാടുകളിലും കുരുങ്ങിക്കിടക്കുന്നു എന്ന് ഒരുവനെ അറിയിക്കുന്ന വിദ്യാഭ്യാസം. ഒന്ന് വസ്തുനിഷ്ഠമായി നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഒന്നിലേക്ക് ചാടിയിറങ്ങുവാൻ ഒരാഗ്രഹം നിങ്ങളുടെ ഇന്ദ്രിയം വിഷയത്തെ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ സെൻസോറിയത്തിൽ അത് സെൻസ് ചെയ്തൊരു ചലനമായി നിങ്ങളുടെ രക്തത്തിലേക്ക് മാംസത്തിലേക്ക് ഒക്കെ ഒഴുകി നിങ്ങളുടെ മോട്ടോറിയം കൈയും കാലും ചലിപ്പിച്ച് നടന്നോ ഓടിയോ ചാടിയോ എടുത്തു ചാടിയോ വാഹനം സ്പീഡിൽ ഓടിച്ചോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് ഓടിയെത്താൻ ശ്രമിക്കുമ്പോൾ ഒന്ന് പിടിച്ചു നിർത്തി ആ സെൻസോറിയത്തെ ഒന്നുകൂടി വിശകലനം ചെയ്ത് SNM കോംപ്ലക്സിൻ്റെ സെൻസോറിയത്തിൻ്റെയും ന്യൂറോണിയത്തിൻ്റെയും മോട്ടോറിയത്തിൻ്റെയും അന്തർഗത തലങ്ങളെ പിടിച്ചു നിർത്തി ഒന്ന് ചിന്തിച്ച് ഇതെനിക്ക് ആശാവഹമായിരിക്കുമോ, ഇതെൻ്റെ ജന്മജന്മാന്തരങ്ങൾക്ക് ഗുണകരമായിരിക്കുമോ, എൻ്റെ സന്തതി പരമ്പരകൾക്ക് ഗുണകരമായിരിക്കുമോ, എൻ്റെ മണ്ണിനും എൻ്റെ ഉടുപ്പിനും എൻ്റെ വീടിനും ഗുണകരമായിരിക്കുമോ, ഈ ധനവും ഈ പ്രൗഢിയും ഈ ഓട്ടവും ഈ താപവും ഈ കോപവും ഈ ഗുണങ്ങളും എല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന വിധം എന്നെ എത്തേണ്ടിടത്തു കൊണ്ട് എത്തിക്കുമോ എന്ന് ഒന്ന് ചിന്തിക്കുവാനുള്ള വിദ്യാഭ്യാസം കൊടുക്കാതെ ഇറക്കി വിടുമ്പോൾ വെട്ടിയും പിടിച്ചും തട്ടിത്തകർത്തും വളരുവാനോടുന്ന മനുഷ്യൻ ഈ മണ്ണിൽ കാട്ടിക്കൂട്ടുന്ന വികൃതികളെല്ലാം വികൃതിയുടേതായ ഒരു ലോകങ്ങളെ മാത്രം സൃഷ്ടിച്ച് അവനെ മൃത്യുവിൻ്റെ കേദാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയല്ലേ. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം സംജാതം. മാനവ ജീവിതത്തിലെ
ഏറ്റവും സങ്കീർണത ഒരു അന്യഥാകാമത്തിൽ. പരസ്യത്തിൽ കാണുന്ന പോലെ തന്നെയാണ്. മോളിൽ നിന്ന് ഒരു കുപ്പി കൊക്കോകോള വീഴുന്ന ഒരു പരസ്യം കാണുമ്പോൾ അത് കുടിച്ചു കഴിയുമ്പോൾ ശരീരത്തിന് വണ്ണം വെക്കുന്നതും ചാടുന്നതും വലിയ മലയുടെ പൊക്കത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി വണ്ടി ഓടിക്കുന്നതും ഒക്കെയായി കാണിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ചെറിയ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഭാവതലങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധമുണ്ടായിരിക്കും. ഉണ്ടാവില്ല സ്വാമിജി. ഒരു പെണ്ണിന്റെ കണ്ണിനെ ഒന്ന് ചലിച്ചാൽ, പുരികമൊന്ന് ചുളിഞ്ഞാൽ, ഒരു പുരുഷന്റെ വിരലൊന്ന് ഞൊടിച്ചാൽ നിൽക്കുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും ബോധതലങ്ങൾ നഷ്ടപ്പെടുകയും പരിസരബോധം നഷ്ടപ്പെടുകയും വേറേതോ ലോകങ്ങളിലേക്ക് സ്വാപ്നികമായി കടന്നു പോവുകയും ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലും വരുന്ന മാറ്റം അവരുടെ ശരീരത്തിൽ ആ സമയത്ത് അവരുടെ പേശികളിലേക്ക് കടത്തിവിടുന്ന പ്രോട്ടീൻ്റെ അളവ്, ആ സമയത്ത് ചലനാത്മകതയ്ക്ക് വേണ്ടി അവരിൽ പരിണമിക്കുന്ന ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസെ, ആ സമയത്ത് അവർക്കുണ്ടാകുന്ന രോമാഞ്ചം യഥാവിധി അല്ലെങ്കിൽ ഏതൊരു മൂത്രമാണോ പുറത്തേക്ക് കളയേണ്ടത്, ഏതൊരു മലമാണോ പുറത്തേക്ക് കളയേണ്ടത്, അതുപോലെ തന്നെ ഏതൊരു ബീജത്തെയാണോ ശ്രവിപ്പിക്കേണ്ടത് ആണിലും പെണ്ണിലും, അതിന് കാരണമായിരിക്കുന്ന മസ്തിഷ്കത്തോട് ചേർന്ന് നിൽക്കുന്ന ഡെഫിക്കേറ്റിംഗ് സെന്ററിൽ ഒരു ചലനാത്മകത സൃഷ്ടിച്ചാൽ നാളെ ഇവന്റെ വൃക്കകൾ പ്രവർത്തിക്കുമോ? ഇതൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി താഴത്തെ വൃക്കയൊരെണ്ണം എടുത്തു കളഞ്ഞാൽ സെൻസോറിയത്തിൻ്റെയും ന്യൂറോണിയത്തിൻ്റെയും മോട്ടോറിയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഡെഫിക്കേറ്റിംഗ് സെൻറ്ററിനെയും കിഡ്നിയെയും ചേർത്ത് വെച്ച് സമഗ്രമായി പഠിക്കാതെ ഒരു ചിന്തയാണിത് മാറ്റിയതെങ്കിൽ നിങ്ങൾ തുന്നി വെച്ച് പിടിപ്പിച്ചു കൊടുക്കുന്ന ഒരു വൃക്കയ്ക്ക് 10 കൊല്ലത്തോളം ആയിരക്കണക്കിന് രൂപയുടെ മരുന്നും കൊടുത്തു കഴിഞ്ഞ് ഇതിനെയും കൂടി അവൻ തള്ളിക്കളയുമ്പോൾ ഇതിൽ നിന്ന് 1000 മാരക രോഗങ്ങളിലേക്ക് അവൻ പതിക്കുമ്പോൾ മാറ്റിവെക്കാനും മാറി വാങ്ങിക്കാനും മാറ്റിക്കൊടുക്കാനും അതിൻ്റെ സുഖ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാനും അതിൻ്റെ കച്ചവടത്തിൽ പെടുവാനും ഓടുന്ന ആശുപത്രികളും വൃക്കദാതാക്കളും വൃക്ക കച്ചവടക്കാരും അതിൻ്റെ ഉപഭോക്താവും ഒക്കെ അടങ്ങുന്ന വാണിജ്യ വ്യവസായ പ്രാധാന്യമുള്ള ഒരു ലോകത്ത് നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന് എന്ത് നന്മ മാനവന് നൽകാൻ കഴിയും എന്ന് മാത്രമല്ല, നാളെ ഈ കച്ചവടം എത്ര ആയിരങ്ങളെ ആരോഗ്യമില്ലാത്തൊരു ജീവിതത്തിലേക്ക് തള്ളിയിടും. കൂടിയാലോചിച്ചും പരിതപിച്ചും ഒത്തുചേർന്ന് ചായ കുടിച്ചും വൃക്കദാനം മഹാദാനമാക്കിയും ഒക്കെ മാനവ ജീവിതം മുന്നേറുമ്പോൾ ശരിയായ അർത്ഥത്തിൽ അവൻ്റെ കോശാന്തരങ്ങളെ മാനവചേതനക്കിണങ്ങുമാറ് മര്യാദാമസൃണമായി ജീവിപ്പിക്കുവാൻ പാകത്തിനൊരുങ്ങുമെങ്കിൽ അവൻ്റെ സെൻസോറിയത്തിലേക്ക്, ന്യൂറോണിയത്തിലേക്ക്, മോട്ടോറിയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദി വിഷയങ്ങളും അതിൻ്റെ പൂർവ്വരൂപങ്ങളും അത് രൂപാന്തരപ്പെടുത്തുന്ന ചിന്തകളുമല്ലേ സമുജ്വലമായി കാണേണ്ടതും പഠിക്കേണ്ടതും അപഗ്രഥിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതും എന്ന്. ഇവിടെയാണ് പ്രാചീന വിദ്യാഭ്യാസം ആധുനികതയേക്കാൾ മുന്നേറുന്നത്. ഇവിടെയാണ് സാങ്കേതികവും പരിഷ്കൃതവുമായിരിക്കുന്ന ആധുനിക വൈദ്യവിദ്യാഭ്യാസം തകർന്നടിയുന്നത്. ഒരു വൃക്ക പോയാൽ വേറൊരു തൻ്റെ വൃക്ക, അത് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി അതെടുത്തു വെക്കാം.
അത് പ്രോത്സാഹിപ്പിക്കാൻ ചിലപ്പോൾ വൃക്ക നൽകിയില്ലെങ്കിലും വൃക്ക നൽകി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ഭീകരതയും അത്രയും കള്ളക്കച്ചവടവും ഒക്കെ നാളെ പോയി എനിക്കൊരു വൃക്ക ദാനം ചെയ്തു എന്ന് പറയാം. എന്നെ ആരും പരിശോധിച്ചു നോക്കൂല. സ്വാമി നിർമ്മലാനന്ദഗിരിയെ അയാൾ വൃക്ക കൊടുത്തിട്ടുണ്ടോ കൊടുത്തില്ലയോ എന്ന് പോലും പരിശോധിച്ചു എന്ന് വരില്ല. സാമാജികവും സാമൂഹികവുമായി ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഇതങ്ങ് മാറ്റിവെച്ചാൽ പ്രശ്നം തീരുമോ? ഈ മണൽ ലോബി എന്നൊക്കെ പറയുമ്പോൾ ഒരു വൃക്ക ലോബിയുടെ ഒരു ജനനത്തിന് കാരണമായി തീരും. ഹൃദയലോബി, വൃക്കലോബി, അവയവ വ്യവസായത്തിന്റെ അനവധി ലോബികൾ. അതിനെ സഹായിക്കുമ്പോൾ മാധ്യമങ്ങൾ അവയ്ക്ക് നൽകുന്ന പ്രാധാന്യങ്ങൾ മാനവ ചേതനയ്ക്കും അതിനോടൊപ്പമുള്ള മനസ്സിനും അവൻ്റെ സെൻസോറിയത്തിനും ന്യൂറോണിയത്തിനും മോട്ടോറിയത്തിനും അതിലേക്ക് കടന്നു വരുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾക്കും. ഒരു പത്രത്തിൻ്റെ മുൻപിലെ പേജിൽ അടിച്ചു വരുന്ന ഓരോ ദിവസത്തെയും ഭീകരത കലർന്ന വാർത്തകൾ അവൻ്റെ കണ്ണുകൾ സെൻസ് ചെയ്ത്, അവൻ്റെ ചുണ്ടു വായിച്ച്, അവൻ്റെ മനസ്സപഗ്രഥിച്ച് അവൻ്റെ സെൻസോറിയത്തിലേക്ക്, ന്യൂറോണിയത്തിലേക്ക്, മോട്ടോറിയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എത്ര അവയവം തകർന്നു പോകുന്നുണ്ടാവും. ആർക്കോ തകർന്നു പോയതിന് ദാനം ചെയ്യാൻ, പൈസ ദാനം ചെയ്യാനൊക്കെ ഒരു ആഹ്വാനം ചെയ്ത്, അല്ലെങ്കിൽ വേറൊരുത്തന് ഇൻഷുറൻസ് കൊടുത്ത്, ഈ പത്രം വായിക്കുന്നതിന് സ്വർണ്ണ നാണയം കൊടുത്ത്, സ്വർണ്ണമഴ പെയ്യിച്ച് ഒക്കെ വായിപ്പിക്കുമ്പോൾ നിങ്ങൾ അസുഖം വരുത്തിയ ആയിരങ്ങൾ, നിങ്ങൾ ആയുസ് നശിപ്പിച്ച ആയിരങ്ങൾ, നിങ്ങളെ വായിച്ചെറിഞ്ഞ് ജീവിതം വികലമാക്കിയ ആയിരങ്ങൾ, നിങ്ങളെ വിശ്വസിച്ചിറങ്ങിത്തിരിച്ച് ഈ നാടും നഗരവും താറുമാറാക്കിയ മനുഷ്യർ എല്ലാമാണുള്ളത് എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ കൂടി അറിയേണ്ടതാണെന്ന്. ഇതൊരു ശരിയാണ് സ്വാമിജി, സങ്കീർണവും പരമപ്രധാനവുമായ ഒരു കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്. ഇപ്പൊ കാമം എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് ഇതെല്ലാം ഇന്ന് നിൽക്കുന്നത്. ഒരു മാധ്യമം എടുത്താൽ എത്ര പേജാണ് പരസ്യം. നമ്മുടെ ഗവൺമെന്റുകൾ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന പരസ്യം നിർത്തിയാൽ പലതും അടിക്കാൻ പറ്റില്ല. നമ്മുടെ കമ്പനികൾ കൊടുക്കുന്ന, ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും ഒക്കെ കൊടുക്കുന്ന കമ്മീഷനുകൾ നിർത്തിയാൽ പലർക്കും ആ പ്രവൃത്തി എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇത് ശരിയാണ് സ്വാമിജി. പരസ്യത്തിലൂടെ ആശകളെ വർദ്ധിപ്പിച്ച് എത്ര ആയിരങ്ങളെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് മുഴുവൻ യഥാകാമമാണോ? എന്തെല്ലാമാണ് നാം പുതിയ പരസ്യങ്ങളിലൂടെ തീറ്റുന്നത്. നാട്ടിലുള്ള തവളയെ മുഴുവൻ പിടിച്ച് വികലമായൊരു ആഹാരമായിരുന്നിട്ട് കൂടി തീറ്റി. പണ്ട് കുഴിച്ചു മൂടിയിരുന്ന കുടലും പണ്ടവും മുഴുവൻ തീറ്റുക. പോട്ടി എന്ന പേര്. പണ്ട് വികലമാണ് അത് എന്ന് പറഞ്ഞത് കലയാണെന്ന് പറഞ്ഞ് വീട്ടുമുറ്റത്ത് ഒട്ടു വളരെ ആഗ്രഹങ്ങളുടെ പേരിൽ ചെടികൾ അതിൻ്റെ തായ്വേര് മുറിച്ച് കളഞ്ഞ് വെള്ളമൊഴിച്ച് വളർത്തുകയാണ് ചെടിച്ചട്ടി. ആലും മാവും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ബോൺസായി വൃക്ഷം. അതിന് നിരന്തരമായി കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ബോൺസായി നിങ്ങളുടെ സെൻസോറിയത്തിൽ പതിഞ്ഞ് ഒരു ചിത്രമുണ്ടാക്കിയാൽ നിങ്ങളുടെ ബീജത്തിന് ബോൺസായി ജനിപ്പിക്കാവുന്ന ആഗ്രഹങ്ങളിലേക്ക് വളർന്നാൽ പൊക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുമോ? മുരടിച്ച മനസ്സുകൾ ഉണ്ടാകുമോ? മനസ്സിലായി സ്വാമിജി. നമ്മൾ അന്വേഷിക്കാറില്ല. കാരണം സെൻസോറിയവും ന്യൂറോണിയവും മോട്ടോറിയവുമുള്ള SNM കോംപ്ലക്സ് തികഞ്ഞ മനുഷ്യൻ്റെ മസ്തുളങ്കത്തിലേക്ക് പതിക്കുന്ന ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഒരു വിചാരവും വെറുതെയാവില്ല എന്ന് അവൻ വിചാരിക്കുന്നില്ല. അതെ സ്വാമിജി. അത് വെറുതെയാകുമെന്ന് അവൻ വിചാരിക്കുന്നു. വെറുതെയാവില്ല. അത് ഓരോന്നും മുളയ്ക്കും.
ഓരോന്നും വലുതാവും, ഓരോന്നും അവന് കൊയ്യേണ്ടി വരും. വിതയ്ക്കുമ്പോൾ എന്തു വിതച്ചുവോ അതാണ് കൊയ്യുന്നത്. അതുകൊണ്ട് വിത തിരഞ്ഞിട്ട് വേണം വിതയ്ക്കാൻ. വിത തിരയാതെ 10-30 നെല്ലിനിടയിൽ ഒരു ചാക്ക് കളയുടെ വിത്തുകൾ നിറഞ്ഞിരിക്കുന്നിടത്ത് അവൻ വാരി വിതച്ചിട്ട് കള കൊയ്യാനാകുമ്പോൾ ഞാൻ വിതച്ചത് നെല്ലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിസൂക്ഷ്മമായി അവൻ്റെ നെന്മണികൾക്കിടയ്ക്ക് കിടക്കുന്ന കളകളുടെ വിത്തുകൾ സൂക്ഷ്മമായി കാണുവാനും അവയെ പെറുക്കിക്കളയുവാനും നെന്മണികളെ മാത്രം വിതയ്ക്കുവാനും കഴിയുന്നവനു മാത്രമേ നെന്മണി കൊയ്യാനാവൂ.